ഏഷ്യയിലെ ആദ്യത്തെ ക്ലാസ് എ ആർക്ക് ബ്രിഡ്ജും കടന്ന് നമ്മളിന്ന് പോകുന്നത് ഇടുക്കിയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ പാമ്പാടുംഷോല നാഷണൽ പാർക്കിലേക്കാണ്. ഏത് കാലാവസ്ഥയിലായാലും മൂന്നാറിലേക്കുള്ള യാത്ര അതിമനോഹരമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ബൈക്ക് യാത്രക്കാർക്കൊക്കെ ഏറെ ഇഷ്ടമുള്ളൊരു റൂട്ടാണ് ഈ മൂന്നാർ യാത്ര. ഓരോ ഹെയർപിൻ കഴിയുന്തോറും മൂന്നാറിൻ്റെ മനോഹാരിത കൂടിക്കൂടി വരികയാണ്. മൂന്നാർ ടൗണിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ വട്ടവട പോകുന്ന റൂട്ടാണ് കേട്ടോ നമ്മുടെ ഈ പാമ്പാടുംഷോല നാഷണൽ പാർക്കിലേക്ക് പോകുന്നത്. നമ്മളിന്ന് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നാളെ രാവിലെ എസ്കേപ്പ് റൂട്ടിലൂടെ ഒരു ട്രെക്കിങ്ങും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പുറകെ കാണാം. മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ ഏത് ഡയറക്ഷനിൽ പോയാലും അവിടെയൊക്കെ റിപ്പിൾട്ടിയുടെ ഒരു ടീ ബ്രേക്ക് കാണാം. ഞാൻ എന്ന് വന്നാലും അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ടേ പോകാറുള്ളൂ കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള തേയിലത്തോട്ടം അത് നമ്മുടെ മൂന്നാറിലാണ് കേട്ടോ. ഇതിലും മനോഹരമായൊരു തേയിലത്തോട്ടം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മാട്ടുപ്പെട്ടി ഡാമിൻ്റെയും കുണ്ടള ഡാമിൻ്റെയും റിസർവോയറിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ടൈപ്പ് എക്കോ ടൂറിസം ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ അവരൊന്നും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മൊത്തം ഈ ഡാമിലേക്കാണ് എല്ലാവരും വലിച്ചെറിയുന്നത്. ആ ഡാമിൻ്റെ സൈഡിലായിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെ ഇവിടെയുള്ള മൃഗങ്ങളെയും ഈ ഡാമിലുള്ള മത്സ്യങ്ങളെയൊക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഈ ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ വട്ടവടയ്ക്കായാലും നമ്മുടെ ഈ ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ള ഫോറസ്റ്റേയിലേക്കായാലും പോകാനായിട്ട്. എസ്കേപ്പ് റോഡിലേക്കുള്ള ട്രെക്കിംഗ് ആയാലും ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെത്തിയപ്പോഴേക്കും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ റോട്ടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കൂട്ടം കാട്ടുകൾ നിന്ന് പുല്ല് തിന്നുന്നുണ്ട് അവിടെ. നമ്മളിന്നിവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് ദ ബൈസൺ ലോഗ് ഹൗസ് എന്ന സ്റ്റേ ആണ് കേട്ടോ. അങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് കാടിൻ്റെ ഉള്ളിലൂടെ കുറച്ച് ഇടുങ്ങിയ ടൈപ്പ് വഴിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് 3 ടൈപ്പ് സ്റ്റേ അവൈലബിൾ ആണ് കേട്ടോ. ഒന്ന് നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുള്ള ദ ബൈസൺ ലോഗ് ഹൗസ്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് മഡ് ഹൗസ് ഉണ്ട്, പിന്നെ കുറച്ച് താഴെയായിട്ട് ഒരു സ്റ്റേയും കൂടെ ഉണ്ട്. ഇതാണ് ബൈസൺ ലോഗ് ഹൗസ്. ഇവിടെ 2 കോട്ടേജാണ് കേട്ടോ ഉള്ളത്. കോട്ടേജ് 1ഉം കോട്ടേജ് 2ഉം. പിന്നെ മഡ് ഹൗസ് ആണെങ്കിലും 2 കോട്ടേജാണുള്ളത്, 1ഉം 2ഉം. അപ്പോൾ ഒരു കോട്ടേജിൽ മാക്സിമം 3 പേർക്കേ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് 6000 രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത്. പക്ഷെ നമ്മൾ 3-ലധികം ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് താഴെ കാണുന്ന സ്റ്റേ ആണ് പ്രിഫർ ചെയ്തത്. പിന്നെ അവിടെയാണ് നമുക്ക് അനിമൽ സൈറ്റിങ്സിനും ചാൻസ് കൂടുതൽ. രാത്രി ആകുമ്പോഴേക്കും കാട്ടി, വൈൽഡ് ഡോഗ്സ് അതുപോലെയുള്ള അനിമൽസൊക്കെ ആ സ്റ്റേയുടെ മുറ്റത്തേക്കൊക്കെ വരും. അതുകൂടാതെ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന IUCNൻ്റെ റെഡ് കാറ്റഗറിയിലുള്ള നീൽഗിരി മാർട്ടിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇവിടെയാണ് കേട്ടോ. അതിൻ്റെ വിഷ്വൽസ് പകർത്താനായിട്ട് ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇവിടെ വരാറുണ്ട് അത്രേ. വൈകുന്നേരം ആയപ്പോഴേക്കും കാട്ടുകളൊക്കെ നമ്മുടെ സ്റ്റേയുടെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് വൈൽഡ് ഡോഗ്സ് മ്ലാവിനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അത്രേ.
ഇതാണ് കേട്ടോ നമ്മളിന്ന് എടുത്തിട്ടുള്ള സ്റ്റേ. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് കേട്ടോ, സമ്മറായിട്ട് പോലും. രാത്രിയായപ്പോൾ ജനലൊന്ന് തുറന്നു നോക്കിയതാ, അപ്പോൾ ദാ നമ്മുടെ ഡോറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കാട്ടി നിൽക്കണു. മൂന്നാറിൻ്റെ മോർണിംഗ് വ്യൂ അത് എന്നും എന്നെ അമ്പരപ്പിക്കുന്ന ഒന്നാണ് കേട്ടോ. അത് ഏത് സ്ഥലത്തായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചായ കുടിക്കാനിരുന്നപ്പോൾ കണ്ടാണ് കേട്ടോ, ആ കുട്ടിക്കുരങ്ങനെ ഇങ്ങനെ അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കണതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എസ്കേപ്പ് റോഡ് ട്രെക്കിങ്ങിനായിട്ട് വന്നേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് ട്രെക്കിങ്ങും അവൈലബിൾ ആണ്, ബഗ്ഗി അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് ടൈമിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ബഗ്ഗി എടുക്കാമെന്ന് വിചാരിച്ചു. പണ്ട് കാലത്ത് ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് കേട്ടോ. കൊടൈ റോഡ് 86 കിലോമീറ്റർ, കൊടൈക്കനാൽ 35 കിലോമീറ്റർ. അനിമൽസിനെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് ഞാൻ നല്ല സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പക്ഷേ നമ്മൾ ട്രെക്കിങ്ങിന് വരാൻ കുറച്ച് വൈകിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ആ കാണുന്ന മലയാണ് കേട്ടോ മീശപ്പുലിമല. എനിക്ക് കണ്ടിട്ട് മനസ്സിലായൊന്നുമില്ല, എന്നാൽ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നാണ് കേട്ടോ. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ താമസിച്ച സ്റ്റേ കാണാനായിട്ട് എന്തൊരു ഭംഗിയാന്ന് നോക്ക്. അങ്ങനെ അവിടുത്തെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്തേക്കാണ് കേട്ടോ. ആനയില്ലാതെ എന്ത് ഫോറസ്റ്റ് വീഡിയോ. ഇവിടെയൊന്നും നമുക്ക് ആനയെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് എന്നും ആനകൾ വരുന്ന ആനക്കുളത്തേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. സമ്മറായതുകൊണ്ട് എന്നും ഇവിടെ ആന വരുന്നുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ അതെ ഒന്നുമില്ല കേട്ടോ, വിജനമായി കിടക്കുക. ആനകളില്ലെങ്കിലും ആളുകൾക്ക് ഒരു കുറവുമില്ല കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളും ഫോട്ടോഗ്രാഫേഴ്സും എല്ലാം ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വരുമ്പോൾ ആകെ ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ ആനേനെ കാണാനായിട്ട്. ഇന്ന് ഈ കാഴ്ച കാണുമ്പോൾ ഞാൻ അതിശയിച്ചു പോവാണ്. ടൂറിസ്റ്റുകളൊക്കെ ബീച്ചിൽ കിടക്കും പോലെയാണ് കേട്ടോ തുണിയൊക്കെ വിരിച്ച് അവിടെ കിടക്കണത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഗാർഡ്സ് വിസിലടിച്ചിട്ട് ആ താഴെ ഉണ്ടായിരുന്ന എല്ലാവരെയും റോഡിലേക്ക് കയറ്റിട്ടോ. പിന്നെ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ 3-4 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആദ്യത്തെ ആന ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടിക്കൊമ്പനാണ്. ആളുകളുടെ പ്രസൻസ് മനസ്സിലാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾ പുറത്തേക്ക് വരുന്നില്ല, അവിടെ തന്നെ ചുറ്റിത്തിരിയായിരുന്നു. എന്നിട്ട് ആൾ തിരിച്ചു കയറിപ്പോയി. പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു കൂട്ടം ആനകൾ ഇറങ്ങി വരുന്നുണ്ട്. ഇവരിവിടുത്തെ സ്ഥിരം ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ആളുകളുടെ പ്രസൻസ് മനസ്സിലാക്കിയിട്ടും അവരൊരു കൂസലും ഇല്ലാണ്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ.
നേരെ ഇറങ്ങി വന്ന് കാണികൾക്കെല്ലാം ആദ്യം ഒരു നമസ്കാരം തന്നു, ഒരു ഹായ് പറഞ്ഞു. പിന്നെ നേരെ തിരിഞ്ഞു നിന്നതാ പെണ്ണ് കേട്ടാ വെള്ളം നാറ്റിക്കാണ് കേട്ടോ. ഇത്രയും സ്ഥലം ഉണ്ടെങ്കിലും ഇവർ ഒറ്റ പൊസിഷനിൽ നിന്ന് മാത്രമായിട്ട് എല്ലാവരും വെള്ളം കുടിക്കുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു പൊസിഷനിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ചെറിയൊരു ഉപ്പ് രസം ഉണ്ടെന്നാണ് പറയൽ. അങ്ങനെ അവരവിടെ ഡ്യൂട്ടി തുടങ്ങി. ഇവിടെ പിന്നെ സ്ഥിരമായിട്ട് ഒരു ഗ്രൂപ്പ് ആനകൾ തന്നെയല്ല കേട്ടോ വരിക, എന്നും ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ് വരുന്നതെന്നാണ് ഇവിടെയുള്ള കടക്കാരൊക്കെ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ അടുത്ത ഗ്യാങ് ഇറങ്ങി വരുന്നുണ്ട്. ഒരു ശല്യവുമില്ലാതെ ഇത്രയും പീസ്ഫുള്ളായിട്ട് കാട്ടാനകളെ കാണാൻ പറ്റിയൊരു സ്ഥലം നമ്മുടെ ഇന്ത്യയിൽ വേറെ എവിടെയില്ല. ശാന്തമായിട്ടൊന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ 2 കൊമ്പന്മാരും ഒന്ന് തല്ലുണ്ടാക്കുന്നു. അങ്ങനെ വന്ന് ലാസ്റ്റ് 13 ആനകളായിട്ടോ. ഒരു 4-5 മണിക്കൂർ തുടർച്ചയായിട്ട് നിന്ന് ഇവരെ കണ്ട് കൊതി തീർത്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നു. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്.